ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് കുരുക്കുമുറുക്കി യുവതിയുമായുള്ള സംഭാഷണത്തിന്റെ കൂടുതൽ ഭാഗങ്ങൾ പുറത്ത്. കുഞ്ഞുണ്ടായാൽ ജീവിതം തകരുമെന്ന് യുവതിയോട് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ശബ്ദരേഖയിൽ വ്യക്തമാണ്. ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്നതും അസഭ്യം പറയുന്നതും ഭീഷണിപ്പെടുത്തുന്നതുമെല്ലാം ഓഡിയോ ക്ലിപ്പിലുണ്ട്. എന്റെ പെർമിഷൻ ഇല്ലാതെ തന്നെ അത് ഇല്ലാതാക്കണമെന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ്? തന്റെ പെർമിഷൻ ലെവലിൽ താൻ ആലോചിക്കാത്തോണ്ടാ പറയുന്നത്. കോൺസിക്വൻസ് ഞാൻ ഒറ്റയ്ക്ക് ഫേസ് ചെയ്തോളാന്ന് പറഞ്ഞല്ലോ. അത് ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത്. തന്നെ കൂടെ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് എനിക്ക് ബോധ്യമുണ്ടല്ലോ. അത് താൻ തന്നെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നതുകൊണ്ടാണ്, അല്ല എന്നെ കുറിച്ച് ചിന്തിച്ചിട്ടല്ല. താൻ എങ്ങനെ എടോ അത് സ്വാഭാവികമല്ലേ? താനിപ്പോ തന്നെ പറ്റി മാത്രമല്ല ആലോചിക്കുന്നത്. അല്ല, ഒരിക്കലുമല്ല. താൻ എന്നെ പറ്റി ആലോചിച്ചിട്ടാണോ ഈ തീരുമാനം എടുക്കുന്നത്? തന്നെ കുറിച്ച് ഞാൻ ആലോചിച്ചില്ലായിരുന്നെങ്കിലോ എന്റെ സുഹൃത്തുക്കളടുത്ത് എനിക്ക് ഇപ്പോഴോ തന്നോട് പേര് പറയായിരുന്നു. അവരെത്രയോ വട്ടം എന്നോട് ചോദിച്ചു എന്നറിയോ, പറയ്. ഇത്രയും ദിവസമായിട്ട് പറഞ്ഞില്ലല്ലോ. ഇപ്പോഴത്താണ് എനിക്ക് എന്റെ ടെമ്പർ തെറ്റുന്ന ദേഷ്യം വരുമ്പോഴോ താൻ എന്റെ കോൺസിക്വൻസിനെ പറ്റി ഒരു ബോധമില്ല. തന്റെ ടെമ്പർ തെറ്റുമ്പോ തനിക്ക് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയാൻ പറ്റുന്ന ഒരു വസ്തു ഒന്നും അല്ല ഞാൻ, കേട്ടോ. താൻ എന്റെ ടെമ്പർ തെറ്റിച്ചതാണ്. ഇപ്പൊ ഞാൻ വളരെ സമാധാനപരമായിട്ടാണ് തന്നോട് സംസാരിച്ചിട്ടുള്ളത് ഈ നിമിഷം വരെ. ഞാൻ തന്നെ ഒരു ചീത്തയും വിളിച്ചിട്ടില്ല, മോശമായിട്ടൊരു വാക്കും ഞാൻ തന്നെ വിളിച്ചിട്ടില്ല. 10 വട്ടം എനിക്ക് വിളിക്കാനുള്ള അവസരമുണ്ട്, പക്ഷെ ഞാനത് വിളിക്കുന്നില്ല. എന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞൊരു പോട്ടെ, താൻ എന്റെ കൂടെ എന്തായിരുന്നു താൻ വിചാരിക്കണ്ട. ഒരു പെണ്ണാണല്ലോ. ഇതാണോ തന്റെ ആദർശം? വലിയ ആദർശമാണോ ഇതൊക്കെയാണോ ആദർശം? ലൈഫിൽ കൊണ്ടുപോകണോ ആദർശം? ഞാൻ അതിനോട് ഒരിക്കലും ഒരു തെറ്റ് ചെയ്യില്ല. താൻ ചെയ്യുന്ന തെറ്റ് ഞാൻ അതിനോട് ചെയ്യില്ല. ഞാനത് മാനേജ് ചെയ്തോളാന്ന് പറഞ്ഞിട്ട് താനിങ്ങനെ എനിക്കൊരു സമാധാനം ലഭിക്കുക. അത് ഉണ്ടായതിനു ശേഷം പിന്നെ എന്ത് ചെയ്യും? അതുണ്ടായതിനു ശേഷം എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ. അല്ല, എന്ത് ചെയ്യും താൻ എന്താ ചെയ്യാൻ പോകുന്നത്? എന്നിട്ട് എന്തെന്നും പറഞ്ഞു കൊണ്ടുവരും? ഞാൻ കൊണ്ടുവരത്തില്ല. അതിന് സേഫ് ആ കൂടെ കൊണ്ടുവന്ന് താൻ കൊന്നു കളയെന്ന് എനിക്കറിയാം. അല്ല, താൻ എന്താണോ സിനിമ കാണുകയാണോ ഇത്? സിനിമ ഇത്രയും കണ്ടോണ്ടിരുന്നല്ല സിനിമയായിരുന്നല്ലോ. ബാക്കിയുള്ളവരുടെ ഇമോഷൻസ് ഒന്നും താൻ ഇത്രയും ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരാള് സമ്മതിച്ചു. ബാക്കിയുള്ള സ്ത്രീകളുടെ മനസ്സോ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസോ അവരെന്താണ് ചിന്തിക്കുന്നത്, അവർക്ക് എന്ത് ബോണ്ടിങ് ആണ് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ഉണ്ടാവുന്നത്, അതൊന്നും തനിക്കറിയണ്ട. തനിക്ക് തന്റെ ഫ്യൂച്ചർ, തന്റെ ജീവിതം, തന്റെ കാര്യം, എല്ലാം തന്റെ കാര്യം. ഞാൻ എന്റെ ഏറ്റവും വലിയ എന്റെ നാട്ടിൽ നിൽക്കാൻ പോലും പറ്റാഞ്ഞിട്ടും വേറൊരു സ്ഥലത്ത് പോയി നിൽക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉറപ്പായിട്ടും എനിക്ക് ഇനിയിപ്പോ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ എന്നെക്കാളും ഇമ്പോർട്ടൻസ് ഞാൻ എന്റെ ലൈഫിൽ വരുന്ന ഒരു കുഞ്ഞിന് കൊടുക്കുന്നുണ്ട്. അത് എന്റെ സ്നേഹമാണ്, തന്റെ പോലത്തെ സ്നേഹമല്ല. അത് ഞാൻ നോക്കിക്കോളാം. എനിക്ക് നല്ല അന്തസ്സായിട്ട് തന്നെ വളർത്താൻ പറ്റും. തന്റെ ഒരു സഹായം അതിന് ആവശ്യമില്ല. ഞാൻ ഭ്രാന്ത് ഉണ്ടാക്കി തന്നിട്ട് ഇനിയിപ്പോ ഞാൻ എന്ത് ഭ്രാന്ത് കാണിക്കുന്നുണ്ടോ? തന്നോട് എന്താണോ ചെയ്തത്? താനല്ലേ എന്നോട് ചെയ്യുന്നത്. താൻ ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഇതൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്നതും മനുഷ്യരാണെന്നുള്ള ചിന്ത വേണം എപ്പോഴും. ഞാൻ എന്ത് ചെയ്തെന്നാണോ പറയുന്നത്? ഞാനിപ്പോ ചെയ്യുന്നത് എന്റെ മനുഷ്യത്വത്തിന് എന്റെ ശരിയാണ്. അത് തന്നെ ഒരിക്കലും ബാധിക്കാൻ വേണ്ടിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? തന്റെ ലൈഫ് തകരത്തില്ല. ഞാൻ ഒരു പണിയും ചെയ്യില്ല. തനിക്കൊരു പ്രശ്നം ഉണ്ടാവുന്ന രീതിയിൽ ഞാൻ മുന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞല്ലോ. എനിക്ക് തന്നെ ഒന്ന് കാണണം. എനിക്ക് തലയൊക്കെ പൊട്ടിപ്പൊളിയാ. സീരിയസ്ലി എനിക്ക് പറ്റുന്നില്ല. എന്റെ സ്നേഹം കൊണ്ടല്ല താൻ കാണാൻ വരുന്നതെന്ന് എനിക്കറിയാം. എനിക്ക് നല്ലപോലെ അറിയാം. തന്റെ ടെൻഷൻ മാറി കിട്ടണം. അതിന് ഞാനൊരു വസ്തുവാണ്. എന്നിട്ട് എന്തെങ്കിലും കലക്കി തന്നെ കൊല്ലാനാണോ? എനിക്ക് തന്നെ കൊല്ലാനാണെങ്കിൽ എത്ര സെക്കൻഡ് വേണമെന്ന് താൻ വിചാരിക്കുന്നത്? എനിക്ക് കൊന്നേരം അതാ തനിക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യല്ലേ? തനിക്ക് തന്നെ കൊല്ലാനാണെങ്കിൽ എനിക്ക് എത്ര സമയം വേണമെന്ന് താൻ വിചാരിക്കുന്നത്? എന്നിട്ട് താനങ്ങ് മിടുക്കനായിട്ടങ്ങ് പോവോ കൊന്നിട്ട്? താൻ എന്താ ചെയ്യ? തനിക്ക് കൊല്ലാനാണ് തോന്നുന്നെങ്കിൽ താൻ കൊല്ല. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണവുമായി യൂത്ത് കോൺഗ്രസ് എറണാകുളം ജില്ലാ സെക്രട്ടറി ആഷിഖ് കരോട്ട്. തനിക്കറിയാവുന്ന 2 KSU വനിതാ പ്രവർത്തകർക്ക് രാഹുൽ മെസ്സേജ് അയച്ചു. അവർ പാർട്ടി പ്രവർത്തനം തന്നെ അവസാനിപ്പിച്ചു പോയി. ജില്ലാ ഭാരവാഹികളിൽ 70% പേർക്കും പരിചയമുള്ള പെൺകുട്ടികൾക്ക് രാഹുലിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായി കാണുമെന്നും ജില്ലാ വൈസ് പ്രസിഡന്റ് ചെറിയാൻ ജോർജും പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് പോലെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു യുവജന സംഘടനയിൽ ഇപ്പോൾ പോലും ഈ വാട്സപ്പ് ചാറ്റുകളും ഓഡിയോ റെക്കോർഡിങ്ങുകളും വെളിയിൽ വന്നപ്പോൾ പോലും ഇതുപോലെ വൃത്തികേട് കാണിച്ചവനെയൊക്കെ പിന്താങ്ങുന്ന ഒരു കൂട്ടം നേതാക്കന്മാരെന്ന് പറയുന്നവന്മാർ ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ലജ്ജ തോന്നുകയാണ്. ഇവനൊന്നും ഒരു ഉളുപ്പില്ലേ?
ഇതുപോലെയുള്ള വൃത്തികെട്ടവന്മാരാണോ നമ്മളെ നയിക്കേണ്ടത്? ഇപ്പൊ എനിക്ക് പേഴ്സണലി അറിയാവുന്ന 2 പേരുണ്ട് ഈ തരത്തിൽ മെസ്സേജ് അയച്ച് അവർ ഫസ്റ്റ് ടൈമിൽ തന്നെ ഒഴിവാക്കി വിട്ട് അവർ രണ്ടൊരു പാർട്ടി പ്രവർത്തനം നിർത്തിപ്പോയി. ഇതൊക്കെ പറഞ്ഞ് നടന്നിരുന്ന പെൺപിള്ളേരാണ്. അപ്പൊ ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ഇങ്ങനത്തെ സാധനം ഒന്നും പതിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തെറ്റ് ചെയ്ത് ന്യായീകരിക്കലല്ല ഇവിടെ ഉള്ളൊരു പണി, അതിനോട് ആർക്കും സമയവുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ ആരോപണങ്ങളിൽ സ്വമേധയാ കേസെടുത്ത വനിതാ കമ്മീഷൻ ഗർഭഛിദ്രം നടത്താൻ നിർബന്ധിച്ചെന്ന പരാതിയിൽ ബാലാവകാശ കമ്മീഷനും കേസെടുത്തു. DGP-യോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് വനിതാ കമ്മീഷനും ബാലാവകാശ കമ്മീഷനും. കേസും നിയമ നടപടിയും ഇല്ലല്ലോ എന്ന വാദം ഉന്നയിച്ചായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രതിരോധം. എന്നാൽ ഗർഭഛിദ്രം നടത്താൻ പ്രേരിപ്പിച്ചുവെന്ന ആരോപണത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷനും ബാലാവകാശ കമ്മീഷനും കേസെടുത്തതോടെ ആ പ്രതിരോധം പൊളിയുകയാണ്. വനിതാ കമ്മീഷനും ബാലാവകാശ കമ്മീഷനും DGP-യോട് റിപ്പോർട്ട് തേടി. എറണാകുളം സ്വദേശി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ബാലാവകാശ കമ്മീഷന്റെ നടപടി. ഒരു ഇല്ലീഗൽ ടെർമിനേഷൻ ആണെങ്കിൽ തീർച്ചയായും അത് കുറ്റകൃത്യം തന്നെയാണ്. അതോടൊപ്പം അത് ഫോഴ്സ്ഫുള്ളും കൂടിയാണെങ്കിൽ BNS പ്രകാരം വളരെ വലിയ ഒരു കുറ്റമായിട്ട് തന്നെയാണ് കമ്മീഷൻ കാണുന്നത്. കമ്മീഷൻ ഓൾറെഡി കേസ് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ DGP-യോട് അന്വേഷിച്ച് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയ ശിശു സംരക്ഷണ വകുപ്പിനും സംസ്ഥാന വനിതാ ശിശു സംരക്ഷണ വകുപ്പിനും പാലക്കാട്ട് നിന്നുള്ള പൊതുപ്രവർത്തക പരാതി നൽകി. ന്യൂസ് ഡെസ്ക് 24. MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തമാകുന്നതിനിടെ വാർത്താസമ്മേളനം അവസാന നിമിഷം റദ്ദാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ. രാജിയല്ലാതെ പോംവഴിയില്ല എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഹൈക്കമാൻഡിനെ അറിയിച്ചതായാണ് സൂചന. രാജി ആവശ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ അതേസമയം തള്ളി. രാഹുൽ മാങ്കൂട്ടത്തിലിന് നിയമസഭാംഗത്വം രാജിവെക്കാൻ സമ്മർദ്ദമേറുകയാണ്. 2 ദിവസത്തിനകം രാജിയുണ്ടാകുമെന്നാണ് സൂചന. പരാതിയുമായി ആരും മുന്നോട്ട് വന്നില്ലെങ്കിലും കൂടുതൽ ശബ്ദരേഖകൾ പുറത്തുവരുന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി അനിവാര്യമെന്ന നിലപാട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. പുതിയ വിവാദം പുറത്തുവരുന്നതിനും വളരെ മുൻപേ രമേശ് ചെന്നിത്തല രാഹുലിനെ കൈവിട്ടതാണ്. ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്രയിലായിരുന്ന KC വേണുഗോപാൽ ഡൽഹിയിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. നേതാക്കളുമായി KC വേണുഗോപാൽ ആശയവിനിമയം നടത്തും. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വൈകിട്ട് നടത്താനിരുന്ന അടിയന്തര വാർത്താസമ്മേളനം അവസാന നിമിഷം റദ്ദാക്കി. ആരോപണമുന്നയിച്ചവർക്കെതിരെ വിശദീകരണം ലക്ഷ്യമിട്ടായിരുന്നു വാർത്താസമ്മേളനം വിളിച്ചത് എന്നാണ് സൂചന. ഇത് തിരിച്ചടിയാകുമെന്ന് മണത്തറിഞ്ഞ കോൺഗ്രസ് നേതൃത്വം വാർത്താസമ്മേളനം റദ്ദാക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിലിനോട് നിർദ്ദേശിക്കുകയായിരുന്നു. പൊളിറ്റിക്കൽ ഡെസ്ക് 24. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങളിൽ പ്രതിരോധത്തിലാവുകയാണ് കോൺഗ്രസ്. സമാനതകളില്ലാത്ത പ്രതിസന്ധിയെ നേരിടാൻ വഴികൾ ആലോചിക്കുകയാണ് നേതൃത്വം. അതേസമയം പുതിയ അധ്യക്ഷനെ ചൊല്ലി യൂത്ത് കോൺഗ്രസിലും കലാപമാണ്. സംഘടനാ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാത്തയാൾ അധ്യക്ഷനായി വന്നാൽ കടുത്ത നടപടിയെന്നാണ് അബിൻ വർക്കിയുടെ മുന്നറിയിപ്പ്. സമീപകാലത്തെങ്ങുമില്ലാത്ത പ്രതിസന്ധിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലൂടെ കോൺഗ്രസ് നേരിടുന്നത്. സാങ്കേതികത്വങ്ങൾ പറഞ്ഞുപോലും പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് നേതൃത്വത്തിനും ഉറപ്പായി. MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാക്കി. രാഹുൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് നടപടിയായിരുന്നു എന്ന സൂചന നൽകി VD സതീശൻ. ഞങ്ങൾ ഈ കാര്യം ഗൗരവമായി പരിശോധിക്കും, വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ ചെയ്യും. അതിന്റെ ഒന്നാം ഘട്ടമായി വിത്തിൻ 24 hours ഒരു പരാതി പോലും ഇല്ലാതിരുന്നിട്ടും അദ്ദേഹം രാജിവെച്ചു. രാജി ആലോചിച്ചിട്ടില്ലെന്ന് പരസ്യമായി പറയുമ്പോഴും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും ന്യായീകരണത്തിന് മുതിർന്നില്ല. എനിക്കൊരു പേഴ്സണൽ അഭിപ്രായമില്ല, പാർട്ടി ഇപ്പോൾ ആ കാര്യം ആലോചിച്ചിട്ടില്ല. രാഹുലിനെ ഇപ്പോഴും ചേർത്ത് പിടിക്കുന്ന ഒരേയൊരു കോൺഗ്രസ് നേതാവ് ഷാഫി പറമ്പിലാണ്. അത് ഒഴിഞ്ഞു കഴിഞ്ഞിട്ടും ഈ പറയുന്നത് പോലെ കോൺഗ്രസ് എന്ത് ചെയ്തു, കോൺഗ്രസിനെ പിന്നെയും കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള ഗോവിന്ദ മാഷ് ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ പ്രതികരണമൊക്കെ ശരിക്കും കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജിയല്ലാതെ ഈ പ്രതിസന്ധിയെ മറികടക്കാൻ കോൺഗ്രസിന് തൽക്കാലം നിവർത്തിയില്ല. 24 തിരുവനന്തപുരം. വീണ്ടും വിദ്വേഷ പരാമർശവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. മലപ്പുറത്ത് പറഞ്ഞത് സത്യമാണെന്നും സാമൂഹ്യനീതി ഉറപ്പാകും വരെ പറയാനുള്ളത് പറയുമെന്നും വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കി. ധനമന്ത്രി KN ബാലഗോപാലും NK പ്രേമചന്ദ്രനും വെള്ളാപ്പള്ളിയെ പുകഴ്ത്തി വേദി വിട്ട ശേഷമായിരുന്നു വിദ്വേഷ പരാമർശം. ഇപ്പൊ മലപ്പുറത്ത് നിന്നുകൊണ്ട് മുസ്ലിങ്ങളെ പറഞ്ഞാൽ എന്റെ പിടല് പോട്ടെ, വയസ്സ് 88 കഴിഞ്ഞ് 89 ആകാനായിട്ട് ഇനി 1.5 മാസമേ ഉള്ളൂ.
ശ്രീനാരായണ ഗുരു എംപ്ലോയീസ് കൗൺസിലും ശ്രീനാരായണ ഗുരു റിട്ടയർഡ് ടീച്ചേഴ്സ് കൗൺസിലും സംയുക്തമായി സംഘടിപ്പിച്ച സ്നേഹാദരവ് സമ്മേളനത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ നിലപാട് ആവർത്തിച്ചത്. പതറാതെ അഭിപ്രായം പറഞ്ഞ് മുന്നോട്ടു പോകുന്ന വെള്ളാപ്പള്ളി നടേശനെ അവഗണിക്കാൻ കഴിയില്ലെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത ധനകാര്യമന്ത്രി KN ബാലഗോപാൽ. പതറാതെ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞ് മുന്നോട്ട് പോകാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ട്. എല്ലാവരും എപ്പോഴും അദ്ദേഹത്തെ പിന്തുണയ്ക്കണമെന്ന് അദ്ദേഹവും നിർബന്ധിക്കുന്നില്ല. അദ്ദേഹത്തെ വിമർശിക്കുകയും എതിർക്കുകയും ചെയ്യാം, പക്ഷെ അവഗണിക്കാൻ പറ്റില്ല കേരളത്തിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വൈര്യമുള്ളവരെ വരെ ചേർത്ത് പിടിക്കുന്ന നേതാവാണ് വെള്ളാപ്പള്ളി നടേശനെന്ന് NK പ്രേമചന്ദ്രൻ MP. ഏത് ശത്രുവിനെയും അവരെയൊക്കെ ചേർത്ത് പിടിക്കാനും അവരെയൊക്കെ സൗഹൃദത്തോടുകൂടി ഉൾക്കൊള്ളാനും ഒക്കെ കഴിയുന്ന വിശാലമായ മനസ്സിന്റെ ഉടമ കൂടിയാണ് അദ്ദേഹം എന്നുള്ളത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ, ഒരുപാട് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ സാക്ഷ്യപ്പെടുത്താൻ കഴിയും. സമുദായത്തിന് നീതി കിട്ടും വരെ പരാമർശങ്ങൾ ആവർത്തിക്കുമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. 24 കൊല്ലം. കർണാടക ധർമ്മസ്ഥലയിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടതായുള്ള മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ വൻ വഴിത്തിരിവ്. ആരോപണങ്ങൾ വ്യാജമെന്ന നിഗമനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം. മുൻ ശുചീകരണ തൊഴിലാളി CH ചിന്നയ്യയെ ഗൂഢാലോചന കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. മകളെ കാണാതായെന്ന പരാതിയുമായി രംഗത്ത് വന്ന സുജാത ഭട്ട് പരസ്പര വിരുദ്ധ മൊഴികളാണ് ഇപ്പോൾ നൽകുന്നത്. ഗൂഢാലോചന പുറത്തു കൊണ്ടുവരുമെന്ന് കർണാടക സർക്കാർ അറിയിച്ചു. 17 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമായിരുന്നു മുൻ ശുചീകരണ തൊഴിലാളിയായ ചിന്നയ്യയെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. മൊഴികളിലെ വൈരുദ്ധ്യവും കോടതിയിൽ ഹാജരാക്കിയ തലയോട്ടിയെക്കുറിച്ചുള്ള തെറ്റായ വിവരങ്ങളുമാണ് അറസ്റ്റിന് പിന്നിലെന്നാണ് സൂചന. വെളിപ്പെടുത്തലിന് മുമ്പ് വൻ ഗൂഢാലോചന നടന്നതായും പോലീസ് സംശയിക്കുന്നു. ബെൽത്തങ്ങാടി പോലീസ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 10 ദിവസത്തേക്ക് SIT കസ്റ്റഡിയിൽ വിട്ടു. ഇതിനിടെ മകളെ ധർമ്മസ്ഥലയിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് കാണാതായെന്ന് പരാതി നൽകിയ സുജാത ഭട്ട് തനിക്ക് അങ്ങനെ ഒരു മകളില്ലെന്ന് YouTube ചാനലിൽ വ്യക്തമാക്കി. പരാതിക്ക് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നും സുജാത ഭട്ട് പറഞ്ഞു. എന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ സുജാത ഭട്ട് ഈ പ്രതികരണം മാറ്റി. തനിക്ക് മകളുണ്ടെന്നും അന്വേഷണ സംഘത്തിന് മുമ്പിൽ തെളിയിക്കുമെന്നുമായിരുന്നു ഭട്ടിന്റെ പ്രതികരണം. സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരുമെന്നും കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും ആഭ്യന്തരമന്ത്രി G പരമേശ്വരയും പറഞ്ഞു. 24 ചെന്നൈ. ഒരു പതിറ്റാണ്ടിനിടെ നൂറുകണക്കിന് മൃതദേഹങ്ങൾ നിയമവിരുദ്ധമായി മറവു ചെയ്തെന്നും അതിൽ ലൈംഗികാതിക്രമത്തിനിരയായ സ്ത്രീകളും ഉണ്ടായിരുന്നു എന്നുമായിരുന്നു മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ. രാജ്യമാകെ ശ്രദ്ധിച്ച വെളിപ്പെടുത്തലിൽ വൈകിയാണെങ്കിലും കർണാടക സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചു. ഒടുവിൽ SITയുടെ കണ്ടെത്തൽ വിരൽ ചൂണ്ടുന്നത് വലിയ ഗൂഢാലോചനയിലേക്കാണ്. 1998 മുതൽ 2014 വരെയുള്ള കാലയളവിൽ കർണാടകയിലെ ധർമ്മസ്ഥലയിൽ നിരവധി കൊലപാതകങ്ങളും കുഴിച്ചിടലുകളും നടന്നു എന്നായിരുന്നു മഞ്ജുനാഥ ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളി CN ചിന്നയ്യയുടെ വെളിപ്പെടുത്തൽ. സ്ത്രീകളും കുട്ടികളുമടക്കം നൂറുകണക്കിന് പേരുടെ മൃതദേഹങ്ങൾ താൻ മറവ് ചെയ്തിട്ടുണ്ടെന്നും ഇതിൽ പലതിലും ലൈംഗികാതിക്രമത്തിന്റെ ലക്ഷണങ്ങളുണ്ടായിരുന്നുവെന്നും ആയിരുന്നു വെളിപ്പെടുത്തൽ. ധർമ്മസ്ഥലയിൽ നിന്ന് കുടുംബത്തോടൊപ്പം രക്ഷപ്പെടുകയായിരുന്നുവെന്നും കുറ്റബോധം കൊണ്ടാണ് ഇപ്പോൾ തിരിച്ചു വന്നതെന്നുമായിരുന്നു പോലീസ് നൽകിയ മൊഴി. തുടർന്ന് കർണാടക സർക്കാർ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. ധർമ്മസ്ഥലയിലെ 17 സ്ഥലങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിനു ചിന്നയ്യ ചൂണ്ടിക്കാട്ടി. ഇവിടെയെല്ലാം പരിശോധന നടത്തിയെങ്കിലും 2 സ്ഥലങ്ങളിൽ നിന്നും അസ്ഥികൾ ലഭിച്ചതൊഴിച്ചാൽ മറ്റ് തെളിവുകളൊന്നും ലഭിച്ചില്ല. തെളിവായി കോടതിയിൽ ഹാജരാക്കിയ തലയോട്ടിയെ സംബന്ധിച്ചുണ്ടായ സംശയമാണ് വെളിപ്പെടുത്തലിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന സംശയം ബലപ്പെടുത്തിയത്. 2012 സൗജന്യ കൊലക്കേസും മകളെ കാണാതായതെന്ന സുജാത ഭട്ടിന്റെ വെളിപ്പെടുത്തലും മലയാളിയായ പത്മലതയുടെ കൊലപാതകവും വിരൽ ചൂണ്ടിയത് മഞ്ജുനാഥ ക്ഷേത്രം കൈവശം വയ്ക്കുന്ന ഹെഡ്ഗെ കുടുംബത്തിനു നേരെയായിരുന്നു. അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകാനിരിക്കെ തനിക്ക് അനന്യ എന്ന മകളില്ലെന്ന് ഒരു YouTube ചാനലിനോട് സുജാത ഭട്ട് വെളിപ്പെടുത്തി. പിന്നാലെ തനിക്ക് മകളുണ്ടെന്നും അത് അന്വേഷണ സംഘത്തിന് മുമ്പിൽ തെളിയിക്കുമെന്നും സുജാത തിരുത്തി പറഞ്ഞു. എന്നാൽ അനന്യ എന്ന പേരിൽ സുജാത ഭട്ട് ഹാജരാക്കിയ ചിത്രം വാസന്തി എന്ന യുവതിയുടേതാണെന്നും അനന്യ പഠിച്ചിരുന്നുവെന്ന് ഭട്ട് പറഞ്ഞ കോളേജിൽ അത്തരമൊരു വിദ്യാർത്ഥിനി ഉണ്ടായിരുന്നില്ലെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. ധർമ്മസ്ഥല ക്ഷേത്രത്തിന്റെ അഡ്മിനിസ്ട്രേറ്ററും രാജ്യസഭാംഗവുമായ വീരേന്ദ്ര ഹെഡ്ഗെയും ഹിന്ദു നേതാവും ആക്ടിവിസ്റ്റായ മഹേഷ് ഷെട്ടി തിമരോഡിയും തമ്മിലുള്ള കാലങ്ങളായുള്ള പോരാണ് വെളിപ്പെടുത്തലുകളിലേക്ക് നീങ്ങിയതെന്നാണ് റിപ്പോർട്ടുകൾ. ആക്ടിവിസ്റ്റ് മഹേഷ് ഷെട്ടി തിമരോഡിയെ 2 ദിവസം മുമ്പ് ചില അധിക്ഷേപ പരാമർശങ്ങളുടെ പേരിൽ ഉടുപ്പി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ധർമ്മസ്ഥലയിലെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നിലുള്ള സത്യം ഇപ്പോഴും കാണാമറയത്തു തന്നെയാണ്. റിസർച്ച് ഡെസ്ക് 24.
ഇപ്പോൾ വരുന്ന മറ്റൊരു റിപ്പോർട്ടിലേക്ക്. കോഴിക്കോട് രാമനാട്ടുകരയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പെൺകുട്ടിയെ പാർപ്പിച്ച സ്ഥലത്തെ CCTV ആൺ സുഹൃത്ത് കിണറ്റിലെറിഞ്ഞു. ഹാർഡ് ഡിസ്ക് കിണറ്റിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. നാളെ സൈബർ സെല്ലിന് മുന്നിൽ ഹാജരാക്കും. കേസിലെ മുഖ്യപ്രതിയെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. ഈ ദൃശ്യങ്ങൾ 24 ലഭിച്ചിട്ടുണ്ട്. പ്രേക്ഷകർ കാണുന്നത് ആ ഹാർഡ് ഡിസ്ക് കിണറ്റിൽ നിന്ന് കണ്ടെടുക്കുന്നതാണ്. നിഖിൽ പ്രമേഷ് കോഴിക്കോട്ട് നിന്ന് വിശദാംശങ്ങൾ നൽകും. നിഖിൽ, ഇതിൽ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിന് പിന്നിൽ എത്ര ആളുകൾ ഉണ്ട് എന്നതൊക്കെ ഇനിയും അറിയേണ്ട സംഗതി തന്നെയാണ്. പക്ഷേ അപ്പോഴും ഈ പ്രധാന പ്രതി എവിടെയാണ് എന്നത് സംബന്ധിച്ച സൂചനകൾ ഇപ്പോഴും ഇല്ല, അല്ലേ? തീർച്ചയായിട്ടും വിജയകുമാർ, കൊൽക്കത്ത സ്വദേശിനിയായിട്ടുള്ള ഈ 17-കാരിയെ, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കേരളത്തിലുള്ള ഈ കുട്ടി ജോലി ചെയ്യുന്ന മാളിലെ ഒരു ജീവനക്കാരൻ, അതായത് ഈ പെൺകുട്ടിയുടെ ആൺ സുഹൃത്താണ്, ഈ യുവാവ് ലൈംഗികമായി പീഡിപ്പിച്ചു, തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നുള്ള വാർത്ത നമ്മളാണ് ആദ്യം ലോകത്തെ അറിയിച്ചത്. ഈ സംഭവത്തിന് പിന്നാലെ ഇപ്പോൾ വളരെ അതിലൊരു ട്വിസ്റ്റ് സംഭവിക്കുകയാണ്. അതായത് ഈ പെൺകുട്ടിയെ ഒരു ദിവസം ഈ പെൺകുട്ടിക്ക് ബോധ്യമില്ലാത്തൊരിടത്ത് കൊണ്ടുപോയി പാർപ്പിച്ചിരുന്നു. ഈ യുവാവ് ഈ സംഭവം നടന്നതിന് തൊട്ടു പിന്നാലെ ഈ സ്ഥലത്തെത്തി, ഫ്ളാറ്റിലെത്തി, ഇവിടുത്തെ CCTV ക്യാമറയുടെ ഹാർഡ് ഡിസ്ക് ഊരി അത് തൊട്ടടുത്ത സ്ഥലത്തെ കിണറിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചിരുന്നു. ഇത് ഈ സുഹൃത്തിൻ്റെ, അതായത് ആൺ സുഹൃത്തിൻ്റെ സുഹൃത്ത് ഇതിനോടകം തന്നെ പിടിയിലായിരുന്നു. ഇയാൾ നൽകിയുടെ മൊഴി പ്രകാരമാണ് ഇതൊരു കിണറ്റിലാണ് ഈ ഹാർഡ് ഡിസ്ക് ഉപേക്ഷിച്ചതെന്ന് ഫറോക്ക് പോലീസ് തിരിച്ചറിയുന്നത്. തുടർന്ന് ഫറോക്ക് പോലീസ് ഇവിടേക്ക് വിദഗ്ധരുടെ സഹായത്തോടു കൂടി എത്തിച്ചേരുകയും കിണറ്റിലിറങ്ങിയ ആ ഹാർഡ് ഡിസ്ക് കണ്ടെടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ ഈ തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ഇയാൾ ഈ ഹാർഡ് ഡിസ്ക് നശിപ്പിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കേസ് വളരെ സങ്കീർണമാണ്. കാരണം പട്ടാപ്പകൽ ഒരു പെൺകുട്ടിയെ ഈ കുട്ടി ജോലി ചെയ്യുന്ന മാളിൽ നിന്ന് വിളിച്ചിറക്കി കാറിൽ കയറ്റിക്കൊണ്ടുപോവുക, ഈ കുട്ടിയെ ക്ലോറോഫോം പോലെയുള്ള എന്തോ മണപ്പിച്ച് ഒരു ഇടത്തുകൊണ്ടേ പാർപ്പിക്കുക, ഒരു ദിവസം അവിടെ പാർപ്പിക്കുന്നു, തൊട്ടടുത്ത ദിവസം ഈ കുട്ടിയെ ആളൊഴിഞ്ഞ പ്രദേശത്ത് ഇറക്കി വിടുകയാണ്. ഇതിന് പിന്നാലെ ശാരീരികമായി അനങ്ങാൻ പോലും കഴിയാത്തൊരു അവസ്ഥയിലാണ് ഈ കുട്ടി ഇപ്പോൾ ഉള്ളത്. ജുവനൈൽ ഹോമിലായിരുന്ന ഈ കുട്ടിക്ക് ഇന്ന് വലിയ ശാരീരിക അസ്വസ്ഥത ഉണ്ടാവുകയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഈ കുട്ടിയെ മാറ്റിയിട്ടുമുണ്ട്. ഇന്നാണ് ഈ കുട്ടിയുടെ അമ്മ നാട്ടിലെത്തിയത്. അവർക്ക് നേരിട്ട് കാണാൻ പോലും ഈ കുഞ്ഞിനെ അനുവദിച്ചില്ല എന്ന് കാണിച്ചുകൊണ്ട് അവരൊരു പരാതി നൽകിയിട്ടുണ്ട്. ഈ കുട്ടിയുടെ ശാരീരിക അവസ്ഥ അല്പം മോശമാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മൾ കാണിക്കുന്ന ഈ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് ഈ ഹാർഡ് ഡിസ്ക് കണ്ടെടുക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ്. അതായത് ഈ യുവാവ് കിണറ്റിലെറിഞ്ഞു എന്നുള്ളൊരു മൊഴി മാത്രമാണ് ഉണ്ടായിരുന്നത്. പോലീസ് ആ മൊഴി വിശ്വസിച്ചുകൊണ്ട് ഈ കിണറ്റിലേക്ക് ഇറങ്ങുകയും അതിനുശേഷം ഈ ഹാർഡ് ഡിസ്ക് കണ്ടെടുക്കുകയുമായിരുന്നു. ഈ ഹാർഡ് ഡിസ്കിൽ എന്തൊക്കെ വിവരങ്ങളാണ് ഉള്ളത് എന്നുള്ളതിനെ കുറിച്ച് പോലീസിന് ബോധ്യമില്ല. അതുകൊണ്ട് തന്നെ നാളെ ഇത് സൈബർ സെല്ലിന് കൈമാറും. സൈബർ സെൽ ഇതിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ എടുത്ത ശേഷം മാത്രമേ ഒരു നിഗമനത്തിലേക്ക് പോലീസിന് എത്തിച്ചേരാൻ കഴിയൂ. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ഒരാളാണ് പിടിയിലായിട്ടുള്ളത്. ഇത് മുഖ്യപ്രതിയല്ല, മുഖ്യപ്രതിയുടെ സുഹൃത്താണ് നിലവിലത്തെ സാഹചര്യത്തിൽ പിടിയിലായിട്ടുള്ളത്. മുഖ്യപ്രതി എന്ന് പറയുന്നത് ഈ പെൺകുട്ടിയുടെ ആൺ സുഹൃത്താണ്. ഇയാൾ ഈ സംഭവം നടന്നതിന് പിന്നാലെ തന്നെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഒളിവിൽ പോയ സാഹചര്യമാണുള്ളത്. ഇയാളുടെ ഫോൺ അവസാനമായി ലൊക്കേഷൻ കാണിച്ചത് മലപ്പുറം ജില്ലയിലാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഫറോക്ക് പോലീസ് മലപ്പുറത്തേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു. എന്നാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഈ പ്രതിയെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള വിവരവും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. എന്തായാലും നമ്മൾ ഞെട്ടിച്ച ഒരു വാർത്ത തന്നെയാണ് വിജയകുമാർ. കാരണം ഒരു ഇതര സംസ്ഥാനത്ത് നിന്ന് ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന ഒരു 17-കാരിക്കാണ് ഇത്തരത്തിലുള്ള ഒരു ദാരുണ സംഭവം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും എത്രയും വേഗം ഈ പ്രതിയെ പിടികൂടണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ഇവിടുത്തെ നാട്ടുകാരടക്കം ഉന്നയിക്കുന്നത്. വിജയകുമാർ, പ്രധാന പ്രതിയെ കണ്ടെത്താനായിട്ടില്ല. അയാളുടെ സഹായി നൽകിയ വിവരങ്ങളാണ്, അയാൾ പിടിയിലാണ്. അയാളുടെ സഹായി നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഈ ഹാർഡ് ഡിസ്ക് കണ്ടെടുക്കാൻ കഴിഞ്ഞത്. അതിൽ എന്തൊക്കെ തെളിവുകളുണ്ട് എന്ന് പരിശോധിക്കണം. അത് സൈബർ സെല്ലിന് മുന്നിൽ പോലീസ് ഹാജരാക്കും. നിഖിൽ പ്രമേശാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട് നിന്ന്. സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ പിരിച്ചുവിടാൻ ആലോചിക്കുന്നതായി സൂചന. മധ്യസ്ഥനെന്ന് അവകാശപ്പെട്ട KA പോളിന്റെ ഇടപെടലിലുള്ള അതൃപ്തിയെ തുടർന്നാണ് തീരുമാനം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി ആലോചിച്ചതിനു ശേഷം തുടർ നടപടികൾ തീരുമാനിക്കും. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട യമനിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയായിരുന്നു സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചത്. മോചനത്തിനായി നിർണായക ഇടപെടലുകളും ആക്ഷൻ കൗൺസിൽ നടത്തിയിരുന്നു. എന്നാൽ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഇവാഞ്ചലിസ്റ്റും ഗ്ലോബൽ പീസ് ഇനിഷ്യേറ്റീവ് സ്ഥാപകനുമായ ഡോക്ടർ KA പോൾ നടത്തുന്ന അവകാശവാദങ്ങളിൽ ആക്ഷൻ കൗൺസിൽ അതൃപ്തി അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പുതിയ തീരുമാനം. നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടലുകൾ നടത്തുന്നുവെന്ന KA പോളിന്റെ വാദങ്ങളെ കേന്ദ്ര സർക്കാരും തള്ളിയിരുന്നു. ഈ ഘട്ടത്തിലും നിമിഷപ്രിയയുടെ കുടുംബം KA പോളിനൊപ്പം നിൽക്കുന്നതിലും ആക്ഷൻ കൗൺസിലിന് അതൃപ്തിയുണ്ട്. ഇത്തരം നടപടികൾ ആക്ഷൻ കൗൺസിലിന്റെ വിശ്വാസ്യതയും പ്രസക്തിയെയും ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ആക്ഷൻ കൗൺസിലിനും അഭിഭാഷകൻ സുഭാഷ് ചന്ദ്രനുമെതിരെ KA പോൾ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നു.
ഈ ഹർജി തിങ്കളാഴ്ച പരിഗണിക്കാനിരിക്കെയാണ് പ്രവർത്തനം അവസാനിപ്പിക്കാനുള്ള സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ തീരുമാനം. 24 ഡൽഹി. ഇടുക്കി ഇടമലക്കുടിയിലേക്ക് പനി ബാധിച്ചു മരിച്ച 5 വയസ്സുകാരന്റെ മൃതദേഹം എത്തിച്ചത് വനത്തിലൂടെ കിലോമീറ്ററുകൾ ചുമന്ന്. ഇന്നലെയാണ് കൂടലാർകുടി സ്വദേശി മൂർത്തി ഉഷ ദമ്പതികളുടെ മകൻ കാർത്തി പനി ബാധിച്ചു മരിച്ചത്. വാഹന സൗകര്യം ലഭ്യമാകാതെ വന്നതോടെ ആളുകൾ വനത്തിലൂടെ ചുമന്നായിരുന്നു കുട്ടിയെ ഇന്നലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ഇടമലക്കുടിക്കാരുടെ ദുരിത ജീവിതത്തിന് അറുതി വന്നിട്ടില്ല. പനി ബാധിച്ച 5 വയസ്സുകാരനെ ഇന്നലെ ആശുപത്രിയിൽ കൃത്യസമയത്ത് എത്തിച്ചിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നു. എന്നാൽ ദുർഘടമായ പാതയിലൂടെ വാഹനയാത്ര സാധിക്കാതെ വന്നതാണ് ഇടമലക്കുടിക്കാർക്ക് തീരാവേദന സമ്മാനിച്ചത്. കൂടലാർകുടിയിൽ നിന്ന് വനപാതയിലൂടെ കിലോമീറ്ററുകളോളം കുട്ടിയെ ചുമന്ന് ഇന്നലെ ആനക്കുളത്തെത്തിച്ചു. അവിടെ നിന്ന് മാങ്കുളത്തെ ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും പനി മൂർച്ഛിച്ചതോടെ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. എന്നാൽ ആശുപത്രിയിൽ എത്തും മുമ്പ് കുട്ടി മരിച്ചു. നമ്മുടെ ഈ വഴി സൗകര്യം ഇടമലക്കുടിയിലോട്ടുള്ള റോഡ് സൗകര്യം ഇല്ലാത്തതാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ കുട്ടികൾ ഇങ്ങനെ പനി ബാധിച്ച് മരിക്കാനും മറ്റേ ഇതുപോലെ തന്നെ പനി ബാധിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുവരാൻ പറ്റാതെ ഇനി കുടിയിൽ ഇഷ്ടംപോലെ ആൾക്കാർ കിടപ്പുണ്ട്. വളരെ ദുരിതമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് കാണുവാണെങ്കിൽ നേരിട്ടൊരു അന്വേഷണം ഇടമലക്കുടിയിലോട്ട് ഇടുകയും ഞങ്ങൾ ഇടമലക്കുടിയിലോട്ട് നല്ല വഴി വരികയും ഉണ്ടാകും. പനി ബാധിച്ചു മരിച്ച കുട്ടിയുടെ മൃതദേഹം വനത്തിലൂടെ ചുമന്നു കൊണ്ടുപോകേണ്ടി വന്ന ഗതികേട് പ്രതിഷേധം കൂടിയാണെന്ന് നാട്ടുകാർ പറയുന്നു. മൂന്നാറിൽ നിന്ന് രാജമലയിലൂടെ റോഡ് മാർഗം ഇടമലക്കുടിയിലെത്താൻ 16 കിലോമീറ്റർ ദൂരമുണ്ട്. വനത്തിലൂടെയുള്ള ഈ പാത പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണിപ്പോൾ. 24 ഇടുക്കി. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിയുടെ മൊഴി രേഖപ്പെടുത്താൻ പോലീസ്. കോൺഗ്രസ് നേതാവ് TN പ്രതാപൻ നൽകിയ പരാതിയിലാണ് ഈ നടപടി. അതിനിടെ സുരേഷ് ഗോപിയെ രക്ഷപ്പെടുത്താൻ തൃശൂർ കളക്ടർ ശ്രമിക്കുന്നുവെന്ന് TN പ്രതാപൻ ആരോപിച്ചു. സുരേഷ് ഗോപിയും കുടുംബവും ചട്ടം ലംഘിച്ചും വ്യാജരേഖ ചമച്ചും 11 വോട്ടുകൾ ചേർത്തുവെന്ന TN പ്രതാപന്റെ പരാതിയിലാണ് സുഭാഷ് ഗോപിയുടെ മൊഴിയെടുക്കാൻ നീക്കം. വൈകാതെ സുഭാഷ് ഗോപിക്ക് നോട്ടീസ് അയക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. നിലവിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘത്തിന് പദ്ധതിയില്ല. സഹോദരൻ സുഭാഷ് ഗോപിയുടെ മൊഴി പരിശോധിച്ച ശേഷമാകും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. TN പ്രതാപൻ ഉന്നയിച്ച വിഷയങ്ങളിൽ പലതും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിധിയിൽ വരുന്നതായതിനാൽ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടി. അതിനിടെ സുരേഷ് ഗോപിയെ തൃശൂർ കളക്ടർ സംരക്ഷിക്കുന്നുവെന്ന് TN പ്രതാപൻ ആരോപിച്ചു. ആവശ്യമായ രേഖകൾ വിവരാവകാശ നിയമപ്രകാരം ലഭിക്കുന്നതിന് വേണ്ടി AICC അംഗമായ മുൻ MLA അനിലക്കര ജില്ലാ ഇലക്ഷൻ ഓഫീസറായ ജില്ലാ കളക്ടർക്ക് കഴിഞ്ഞ 14-ാം തീയതി രേഖാമൂലം കത്തും നൽകി. എന്നാൽ ഇന്നലെ ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായ വിവരാവകാശ ഓഫീസർ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന കുറിപ്പ് വിവരാവകാശ പ്രകാരം ഇത് നൽകാൻ കഴിയില്ല എന്നും ഇത് ഇലക്ഷൻ കമ്മീഷന് ഭൗതിക സ്വത്താണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രേഖകൾ ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ IT ആപ്ലിക്കേഷൻ ഡാറ്റാ ബാങ്കിലുള്ള ഭൗതിക സ്വത്തായതിനാൽ തരാൻ കഴിയില്ല എന്നാണ് ജില്ലാ ഇലക്ടറൽ ഓഫീസറുടെ മറുപടി. 24 തൃശൂർ. ബീഹാറിൽ വോട്ടർ അധികാർ യാത്രയുടെ പൊതുസമ്മേളനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആഞ്ഞടിച്ച് രാഹുൽ ഗാന്ധി. യാത്ര ബീഹാറിലെ ജനങ്ങൾ ഏറ്റെടുത്തുവെന്ന് KC വേണുഗോപാൽ MP 24നോട് പറഞ്ഞു. വരും ദിവസങ്ങളിൽ യാത്രയുടെ ഭാഗമാകാൻ ഇന്ത്യ സഖ്യത്തിലെ മുഖ്യമന്ത്രിമാരും എത്തും. ഇന്ന് കത്തിഹാറിലായിരുന്നു പര്യടനം. ബീഹാറിലൂടെയുള്ള വോട്ടധികാർ യാത്രയ്ക്ക് വലിയ ജനപങ്കാളിത്തമാണ് ഗ്രാമങ്ങളിൽ. ഓരോ പ്രധാന കേന്ദ്രങ്ങളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയാണ് രാഹുൽ ഗാന്ധിയുടെ വിമർശനങ്ങൾ. യാത്രയിൽ CPIM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികളും പങ്കെടുക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ഷൻ പ്രക്രിയ അട്ടിമറിച്ചതിന്റെ തെളിവാണ് ബീഹാറെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ജനുവനായിട്ടുള്ള വോട്ടുകൾ കട്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് മാറ്റിയിരിക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷൻ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ എത്രമാത്രം അട്ടിമറിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ബീഹാറിലെ ഗ്രാമങ്ങളിൽ വ്യക്തമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കാര്യം വോട്ട് ചോരി കാര്യം പറയുമ്പോൾ തന്നെ ജനങ്ങൾ അതിനെ അംഗീകരിക്കാൻ തയ്യാറാവുന്നു. ബീഹാറിൽ തുടങ്ങിയത് രാജ്യവ്യാപക പോരാട്ടം ആകുമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. യാത്രയുടെ ഭാഗമാകാൻ ഇന്ത്യ സഖ്യത്തിലെ മുഖ്യമന്ത്രിമാരുമെത്തും. ഈ മാസം 27-ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ യാത്രയിൽ പങ്കെടുക്കും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ്, ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്ബീന്ദർ സിംഗ് സുഖു എന്നിവരാണ് പങ്കെടുക്കുന്ന മറ്റു നേതാക്കൾ. വോട്ടധികാർ യാത്രയിലുടനീളം BJPക്ക് നേരെയുള്ള വിമർശനങ്ങളെക്കാളും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയാണ് രാഹുൽ ഗാന്ധിയുടെ ഓരോ വാക്കുകളും.
വരുന്ന ദിവസങ്ങളിൽ ഇന്ത്യ മുന്നണിയിലെ മുഖ്യമന്ത്രിമാർ കൂടി ഭാഗമാകുന്നതോടെ പ്രതിപക്ഷത്തിന്റെ ശക്തി പ്രകടനം കൂടിയാകും ഈ യാത്ര. ബീഹാറിൽ നിന്നും ക്യാമറമാൻ ജിജീന്ദ്രനോടൊപ്പം ആർ അച്യുതൻ, 24. കേരളം പിടിക്കുമെന്ന് അമിത്ഷായ്ക്ക് റിപ്പോർട്ട് നൽകി BJP സംസ്ഥാന നേതൃത്വം. ത്രിപുര മോഡൽ കേരളത്തിലും ആവർത്തിക്കും. ഇതിന്റെ 80% പ്രവർത്തനങ്ങളും പൂർത്തിയായി എന്നും സംസ്ഥാന നേതൃത്വം റിപ്പോർട്ട് നൽകി. എന്നാൽ BJPക്ക് ചെയ്യുന്ന ഓരോ വോട്ടും കേരളത്തെ തകർക്കുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണത്തിൽ നിർണായക സ്വാധീനം BJPക്ക് ഉണ്ടാകുമെന്നാണ് BJP സംസ്ഥാന നേതൃത്വം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. പ്രവർത്തനം 20% കൂടി പൂർത്തിയായാൽ ത്രിപുര മോഡൽ മാറ്റം കേരളത്തിലുണ്ടാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ട് ഷെയർ 25% കടക്കുമെന്നും റിപ്പോർട്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട് ഇന്നലെ കൊച്ചിയിൽ ചേർന്ന BJP സംസ്ഥാന നേതൃയോഗത്തിലാണ് അമിത്ഷായ്ക്ക് റിപ്പോർട്ട് നൽകിയത്. എന്നാൽ BJPയുടെ മോഹമാണ് അവർ പറഞ്ഞതെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം. ആ മോഹം നടപ്പിലാക്കുന്നതിന് എല്ലാ കുൽസിത മാർഗവും അവർ കാണുമെന്നും പിണറായി വിജയൻ. നമ്മുടെ നാടുകളിൽ ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. അതിൽ ഏറ്റവും വലിയ പ്രത്യേകത വർഗീയ സംഘർഷങ്ങൾ ഇവിടെ ഇല്ല എന്നതാണ്. നമ്മുടെ രാജ്യത്ത് ന്യൂനപക്ഷം നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. BJPക്ക് ചെയ്യുന്ന ഓരോ വോട്ടും നാടിന്റെ തകർച്ചയ്ക്കാണ് വഴിവെക്കുക. ക്രൈസ്തവർക്കും മുസ്ലിങ്ങൾക്കും നേരെ നടക്കുന്ന ആക്രമണങ്ങൾ നമ്മൾ ഗൗരവമായി കാണണമെന്നും പിണറായി വിജയൻ. 24 തിരുവനന്തപുരം, കൊച്ചി. എറണാകുളം അത്താണിയിൽ പെട്രോൾ പമ്പിൽ യുവാവിന്റെ പരാക്രമം. ബൈക്കിന്റെ ഇന്ധന ടാങ്ക് തുറന്ന ശേഷം തീയിട്ടു. അതിക്രമത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. സൂര്യശ്രീ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. സൂര്യശ്രീ, ഇയാളൊരു നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. വലിയൊരു അപകടമാണ് അവിടെ ഒഴിവായത്. എന്താണ് അവിടെ സംഭവിച്ചത്? എന്തായിരുന്നു ഈ അതിക്രമത്തിന് ഒരു പെട്ടെന്നുണ്ടായ പ്രകോപനം? വിജയകുമാർ, അല്പസമയം മുമ്പാണ് ആലുവ തേച്ചർ അത്താണിയിലെ IOC പെട്രോൾ പമ്പിലാണ് സംഭവം നടക്കുന്നത്. മദ്യലഹരിയിലെത്തിയ യുവാവ് മറ്റു വാഹനങ്ങളുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഈ വാഹനയാത്രക്കാരുമായി തർക്കിക്കുന്നതിനിടെ തന്നെ ഇദ്ദേഹം, ഈ മദ്യലഹരിയിലായിരുന്ന യുവാവ്, തീപ്പെട്ടി ഉരച്ച് ഇദ്ദേഹത്തിന്റെ ബൈക്കിന്റെ പെട്രോൾ ടാങ്കിലേക്ക് ഇടുകയായിരുന്നു. ഉടൻ തന്നെ ബൈക്കിൽ വലിയൊരു അഗ്നിബാധയാണ് ഉണ്ടായത്. ഈ CNG അടക്കമുള്ള പെട്രോൾ പമ്പിലാണ് ഇത്തരത്തിൽ യുവാവിന്റെ വലിയൊരു പരാക്രമം ഉണ്ടായത്. ഇതിനെ തുടർന്ന് ജീവനക്കാരെത്തി ഉടനടി തന്നെ ഈ വാഹനം വെള്ളമൊഴിച്ച് കെടുത്തുകയായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് വലിയൊരു അപകടം ഒഴിവായത്. വാഹനം പൂർണ്ണമായി കത്തി നശിച്ചു. ചെങ്ങമനാട് സ്വദേശി പ്രദീപാണ് ഇത്തരത്തിൽ മദ്യലഹരിയിലെത്തി ഈ പെട്രോൾ പമ്പിൽ വലിയൊരു പരാക്രമം തന്നെ നടത്തിയത്. ഇദ്ദേഹം പല ക്രിമിനൽ കേസുകളിലടക്കം പ്രതിയാണെന്നാണ് പോലീസ് നൽകുന്ന സൂചന. സംഭവം ഇങ്ങനെയാണ്. ഇദ്ദേഹം മദ്യപിക്കെത്തി മറ്റു വാഹനയാത്രക്കാരുമായി തർക്കമുണ്ടാക്കുന്നു. തുടർന്ന് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടല്ലോ സൂര്യ, അല്ലേ? അതെ, ചെങ്ങമനാട് പോലീസ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യുകയാണ്. വിജയകുമാർ, ഇദ്ദേഹം മദ്യപിച്ചതിന്റെ പശ്ചാത്തലത്തിൽ മാത്രമാണോ പ്രശ്നമുണ്ടാക്കിയെന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് കൂടുതൽ പരിശോധിക്കും. മറ്റു വാഹനങ്ങൾക്കൊന്നും യാതൊരു തരത്തിലും കേടുപാടുകളില്ല. ഏതായാലും പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ശരി, സൂര്യശ്രീയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമമിട്ട ലയണൽ മെസ്സിയും സംഘവും കേരളത്തിലേക്ക്. നവംബറിൽ അന്താരാഷ്ട്ര സൗഹൃദ മത്സരം കളിക്കുമെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ സ്ഥിരീകരിച്ചു. മെസ്സി എത്തുന്നത് ഓണസമ്മാനമെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. അനിശ്ചിതത്വങ്ങൾക്ക് വിരാമം. ലിയോണൽ മെസ്സിയും അർജന്റീന ടീമും കേരളത്തിലെത്തും. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഒക്ടോബറിൽ അമേരിക്കയിലും നവംബറിൽ അങ്കോളയിലും ഇന്ത്യയിലുമാണ് അർജന്റീന ടീമിന്റെ സന്ദർശനം. നവംബർ 10-നും 18-നും ഇടയിലായിരിക്കും കേരളത്തിലെത്തുക. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലായിരിക്കും മത്സരം. ഏത് ടീമായിരിക്കും എതിരാളികളെന്ന് തീരുമാനമായിട്ടില്ലെന്നും മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിച്ച് ഒരുക്കങ്ങൾ നടത്തുമെന്നും കായികമന്ത്രി വി അബ്ദുറഹ്മാൻ വ്യക്തമാക്കി. സെക്യൂരിറ്റി ആവശ്യമുള്ള ഒരു കാര്യമായതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഇതുമായി സംസാരിക്കാൻ സമയം കിട്ടിയിട്ടില്ല. അദ്ദേഹത്തോട് സംസാരിച്ചതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ, ഇപ്പോൾ കളിസ്ഥലം ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ശേഷമേ എനിക്ക് ഔദ്യോഗികമായി പറയാൻ കഴിയുള്ളൂ. ലിയോണൽ മെസ്സിയെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ഒരു സാമ്പത്തിക ബാധ്യതയും ഉണ്ടായിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു.
24 തിരൂർ. നോക്കാം കാലാവസ്ഥ റിപ്പോർട്ട്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.